Hi, welcome to the Theory of Numbers, Lecture 1. In this class, we are going to study about what you mean by division algorithm. അതിന്റെ theorem statement കൊണ്ട് പ്രൂഫും പഠിക്കാനുണ്ട്. ഡിവിഷൻ അൽഗോരിതത്തിൽ എ എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുക, ബി ചൂസ് ചെയ്യുക. എ ഇസ് ഡിവൈഡഡ് ബൈ ബി ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് കോഷ്യന്റ് ആയിരിക്കും, ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് റിമൈൻഡർ ആയിരിക്കും. എ ഇസ് എ ഡിവൈസർ ആൻഡ് ബി ഡിവിഡൻഡും ആയിരിക്കും. Okay, so theorem 1.1, that is the division algorithm, very important one. Given integers a and b, where b is greater than 0, then there exist unique integers q and r satisfying a equal to qb plus r. A equal to qb plus r. നമ്മൾക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ക്യൂവും ആറും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിന് 2 parts എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഇസ് 2 parts. ഫസ്റ്റ് പാർട്ട് ഏതായിരിക്കും? ദാറ്റ് ഇസ് അതിൻ്റെ എക്സിസ്റ്റൻസ് പാർട്ടാണ്. 2 part. ദാറ്റ് ഇസ് എക്സിസ്റ്റൻസ് പാർട്ട്. പിന്നെയുള്ളത് യുണീക്നെസ് പാർട്ട്. ഫസ്റ്റ് നമ്മൾ ഏത് പറയുന്നു? ഇങ്ങനെ ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. That is existence part. Okay. So in this existence part, നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒരു സെറ്റ് കൺസിഡർ ചെയ്യും. അതിന് മുന്നേ നമ്മൾക്ക് വേണ്ട പ്രീ റിക്വസൈറ്റ് എന്താണെന്ന് പറയാം. നമ്മൾ മുന്നേ പഠിച്ച വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ നമ്മൾക്ക് ആവശ്യമുണ്ട്. വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ നമ്മൾക്ക് ആവശ്യമുണ്ട്. Every non-empty set S of non-negative integers contains a least element. Okay, contains a least element. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ് ക്രിയേറ്റ് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, നമ്മൾ എക്സിസ്റ്റൻസ് പാർട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എക്സിസ്റ്റൻസ് പാർട്ട്. അപ്പം അതിൽ നമ്മൾക്ക് ഫസ്റ്റ് എസ് ക്രിയേറ്റ് ചെയ്യണം. ഹാവ് എസ് ഇസ് ഈക്വൽ ടു S എന്തായിട്ട് എടുക്കുക? S is equal to set of all a minus xb such that x is an integer and a minus xb എന്തായിരിക്കും? greater than or equal to 0 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താ കിട്ടേണ്ടത്? നോൺ എംപ്റ്റി സെറ്റ് ആണെന്ന് കിട്ടണം അല്ലേ? നോൺ എംപ്റ്റി സെറ്റ്. അപ്പോൾ ഇത് എ മൈനസ് എക്സ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾക്ക് എന്തറിയാം? ഇത് നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണെന്ന് അറിയാം. അങ്ങനെയാണ് നമ്മൾ എസ് ചൂസ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. ഇനി നമ്മൾക്ക് കിട്ടുന്നുണ്ട് ഇത് നോൺ എംപ്റ്റി ആണെന്ന് പറയണം. അപ്പം നോൺ എംപ്റ്റി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് S is non-empty. To prove S is non-empty. ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് രണ്ട് കേസ് വേണ്ടി വരും. കേസ് 1ഉം കേസ് 2ഉം. കേസ് 1ൽ നമ്മൾ ലെറ്റർ A is greater than or equal to 0. നമ്മൾക്ക് രണ്ട് പോസിബിലിറ്റി. A നമ്മൾ ചൂസ് ചെയ്യുന്ന A പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. A is greater than or equal to 0. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? A മൈനസ് B into 0. ആ രൂപത്തിലുള്ളത് അതെന്ത് തന്നെയാണ്? എ തന്നെയാണ്. വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ എയിനെ എങ്ങനെ മാറ്റി എഴുതാം? ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. എ മൈനസ് സം വാല്യൂ ഇൻറ്റു ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇതിന് എഴുതാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? എ ബിലോങ്സ് ടു എസ് ആണ്. therefore S is non-empty. ഇനി കേസ് 2 ആണ്. കേസ് 2ൽ നമ്മൾ ഏത് പറയും? എ ഇസ് ലെസ് ദാൻ 0 ആണ്. എ ലെസ് ദാൻ 0 ആണെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യാന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ ആദ്യമേ ഉള്ള നമ്മുടെ പ്രൂഫിലെ അസംഷൻ എയും ബിയും എന്ത് തന്നെയാ പോസിറ്റീവ് ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കുമല്ലോ, ഇൻറ്റിജർ ആയതുകൊണ്ട്. Therefore നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? മോഡ് എ ഇൻറ്റു ബി എന്ന് പറയുന്ന എന്ത് കിട്ടും? മോഡ് എ എന്ന് പറയുന്ന പോസിറ്റീവ് ആവും, ബി ആവും, ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ മോഡ് എ ഈക്വൽ ടു എ ലെസ് ദാൻ 0 ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് മൈനസ് എ ആയിരിക്കും. അങ്ങനെയാണല്ലോ മോഡുലസിന്റെ ഡെഫിനിഷൻ. മോഡ് എ ഈക്വൽ ടു എ if a greater than or equal to 0 minus a if a less than 0. റൈറ്റ്. സോ നമ്മൾക്ക് ഈ തൊട്ട് മുകളിലത്തെ ഇനീക്വാലിറ്റീനെ എങ്ങനെ മാറ്റി എഴുതാം? വിച്ച് ഇംപ്ലൈസ് മൈനസ് എ ഇൻറ്റു ബി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ വൺ. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയി മാറി. ഓക്കെ, എ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? എ മൈനസ് എ ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാം? ഈ രീതിയിൽ ഇതിന് എ മൈനസ് എ ബി എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, എ മൈനസ് എ ബി നമ്മൾക്ക് എവിടെയുണ്ട്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള ഇതിൽ എ മൈനസ് എ ബി എന്ന് പറയുന്നത് നമ്മുടെ എസ്സിലുണ്ട്. ഓക്കെ, ഈ രൂപത്തിലുള്ളതെല്ലാം നമ്മുടെ എസ്സിലുണ്ട്. എ മൈനസ് എ ബി എസ്സിലുണ്ട്. സോ എസ് ഇസ് നോൺ എംപ്റ്റി. ഓക്കെ, ഇനി എസ് നോൺ എംപ്റ്റി ആണെന്ന് കിട്ടി. നോൺ എംപ്റ്റി സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്ന് കിട്ടി. നോൺ എംപ്റ്റി സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. സോ ദസ് എസ് ഈസ് നോൺ empty set of non-negative integers. അപ്പോൾ നമ്മൾക്ക് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ പ്രകാരം എന്ത് പറയാൻ പറ്റും? ബൈ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ എസ് ഹാസ് എ എന്തായിരുന്നു വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾക്ക് പറയാൻ പറ്റുക? എസ് കണ്ടെയ്ൻസ് എ ലീസ്റ്റ് എലമെന്റ് ആർ. contains a least element R. ഓക്കെ, അപ്പോൾ എസ്സിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ആർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. R belongs to S ആണ്. Right? So by definition of S എന്ത് പറയാൻ പറ്റും? Definition of S, there exists an integer Q such that R equal to A minus Q into B. Okay, ആർ അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും എസ്സിലുള്ള എലമെന്റ്സിന്റെ ഒക്കെ ഫോമാറ്റ് എ മൈനസ് എക്സ് ഇൻറ്റു സം ബി ആണ്. അപ്പൊ ആർ ഈക്വൽ ടു എ മൈനസ് ക്യൂ ഇൻറ്റു ബി, ക്യൂ ഇസ് an integer. Okay, which implies A equal to QB plus R. A equal to QB plus R. Right? So this is the existence part. So ഇങ്ങനെ ഒരു കാര്യം അവിടെ എക്സിസ്റ്റ് ചെയ്തു. Where R is greater than or equal to 0. R is greater than or equal to 0. Okay, നമ്മൾക്ക് എന്ത് പറയണം? ഇനി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി എന്ന്. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് ഓൾറെഡി എസിൽ നിന്ന് തന്നെ കിട്ടി. ഇനി ഇത് നമ്മൾക്ക് കിട്ടേണ്ടത് ടു പ്രൂവ് ആർ ലെസ് ദാൻ ബി എന്ന് കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വെച്ചിട്ട് ചെയ്യും. ഈഫ് പോസിബിൾ എന്താണെന്ന് പറയും? ഈഫ് പോസിബിൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിച്ചെടുത്താൽ മതി. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ ആർ മൈനസ് ബി എന്ത് വരും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയി മാറും. അതുകൊണ്ട് എ മൈനസ്
q plus 1 into b എന്നുള്ളത് എന്ത് കിട്ടും a minus qb minus b which is equal to a minus qb എന്താ that is r minus b എന്ത് കിട്ടും which is greater than or equal to 0 അപ്പോൾ എന്ത് വരും a മൈനസ് ക്യൂ പ്ലസ് 1 ഇൻറ്റു ബി എന്ന് പറയുന്നത് എവിടെയുണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് എസ്സിലുണ്ടെന്ന് കിട്ടി പക്ഷെ a മൈനസ് ക്യൂ പ്ലസ് 1 ഇൻറ്റു ബി എന്നുള്ളത് ദിസ് ഇസ് ആർ മൈനസ് ബി ആണ് വിച്ച് ഇസ് ലെസ് ദാൻ ആർ ആണ് അല്ലേ വിച്ച് ഇസ് ലെസ് ദാൻ ആർ ആയിട്ടുള്ള ഒരു കാര്യം ആറാണ് നമ്മളുടെ അസംഷൻ പ്രകാരം ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതെന്ത് സംഭവിക്കും ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ടു the choice of r contradiction to the choice of r is the least element okay r is the least therefore only possibility is r is strictly less than b appo endu vannu a is equal to q into b plus r were 0 less than or equal to r strictly less than b എന്ന് കിട്ടി ഓക്കെ നെക്സ്റ്റ് പറയാനുള്ളത് യുണീക്നെസ് പാർട്ടാണ് രണ്ട് രീതിയിൽ യുണീക്നെസ്സിന് ഏത് രീതിയിലാണ് നമ്മൾ പറയാന്നുള്ളതാണ് അപ്പോൾ ഇത് യുണീക്ക് ആണെന്നാണ് പറയേണ്ടത് ഓക്കെ എ ഹാസ് ടു റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡിസൈഡ് ഫോം അതായത് സപ്പോസ് എ ഹാസ് ടു റെപ്രസെൻറ്റേഷൻ അപ്പോൾ എന്ത് സംഭവിക്കും എ ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആറും എ ഈക്വൽ ടു ക്യൂ വൺ ബി പ്ലസ് ആർ വണ്ണും റൈറ്റ് ഇങ്ങനെ രണ്ട് എക്സ്പ്രഷൻ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് യുണീക്ക് ആണെന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ ക്യൂ വൺ ആർ വൺ ആർ ഇൻഡിജേഴ്സ് ആർ വൺ ആർ ഇൻഡിജേഴ്സ് and 0 less than or equal to r1 strictly less than b ആണ് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും a equal to ആണ് അപ്പോൾ qb plus r is same as qb plus r is equal to q1b plus r1 ആണ് therefore simplify ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് r minus r1 is equal to b into q1 minus q കിട്ടി അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കുവാണെങ്കിൽ മോഡ് r minus r1 is equal to b into മോഡ് q1 minus q കിട്ടി ഓക്കെ b greater than 0 ആയതുകൊണ്ടാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രീതിയിൽ 0 less than or equal to r less than or equal to b യും അതേപോലെ തന്നെ r1ൽ 0 less than or equal to r1 less than b ആണ് ഇത് രണ്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ 0 less than or equal to r1 less than b എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ എന്ത് വരും മൈനസ് ബി ലെസ് ദാൻ മൈനസ് r1 ലെസ് ദാൻ or equal to 0 ആയി മാറും ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക അപ്പോൾ എന്ത് വരും മൈനസ് ബി r മൈനസ് r1 എടുക്കുക r മൈനസ് r1 ലെസ് ദാൻ b വന്നു ഓക്കെ അപ്പോൾ r മൈനസ് r1 എന്ത് വന്നു മൈനസ് ബി ലെസ് ദാൻ r മൈനസ് r1 ലെസ് ദാൻ ബി അപ്പോൾ മോഡ് r മൈനസ് r1 ലെസ് ദാൻ ബി എന്ന് കിട്ടി ഇനി മോഡ് r മൈനസ് r1 ഈക്വൽ ടു ബി ഇൻറ്റു മോഡ് q1 മൈനസ് q അപ്പോൾ വിച്ച് ഇസ് ലെസ് ദാൻ ബി ആണെന്ന് കിട്ടി എന്തുകൊണ്ടാ മോഡ് r മൈനസ് r1 എന്താണെന്ന് കിട്ടിയിട്ടുണ്ട് ലെസ് ദാൻ ബി ആണെന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ലെസ് ദാൻ ബി ഇനി ഇതിലൊന്ന് സിംപ്ലിഫിക്കേഷൻ നടത്തുക അപ്പോൾ മോഡ് q1 മൈനസ് q ലെസ് ദാൻ 1 എന്ന് കിട്ടും ഇത് എപ്പോഴും ഇൻഡിജേഴ്സ് ആണ് രണ്ട് ഇൻഡിജേഴ്സിൻ്റെ ഡിഫറൻസ് എന്തായാലും ഇൻഡിജേഴ്സേ വരുള്ളൂ സോ അത് ഓൺലി പോസിബിലിറ്റി ദാറ്റ്സ് ഈക്വൽ ടു 0 ആണ് അപ്പോൾ q ഈക്വൽ ടു q1 ആവും അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് r ഈക്വൽ ടു r1 ആവും സോ ദ റിസൾട്ട് ക്ലിയർ ആയി അപ്പോൾ യൂണീക്ക് ആണെന്നും കൂടി കിട്ടി ഓക്കെ അപ്പോൾ യൂണീക്നെസ് പ്രൂവ് ചെയ്തു എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു അത് നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണെന്ന് പറഞ്ഞു നോൺ എംപ്റ്റി ആണെന്ന് പ്രൂവ് ചെയ്തു രണ്ട് കേസ് വെച്ചിട്ട് ഓക്കെ പിന്നെ r ലെസ് ദാൻ ബി ആണെന്ന് പ്രൂവ് ചെയ്തു പിന്നെ യൂണീക്നെസ്സും പ്രൂവ് ചെയ്തു ഓക്കെ